തൃശൂർ വെള്ളപ്പായയിൽ TTA ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി TTE വിനോദാണ് മരിച്ചത്. പട്ന സൂപ്പർഫാസ്റ്റ് S11 കോച്ചിൽ നിന്നാണ് TTA തള്ളിയിട്ടത്. ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കാരണം. ഇതര സംസ്ഥാന തൊഴിലാളിയായ പ്രദീപ് പാലക്കാട് നിന്നും പിടിയിലായി. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? വിഷ്ണു, ഇന്ന് വൈകിട്ട് 6:40 കൂടിയാണ് ഈ എറണാകുളത്ത് നിന്നും പട്നയിലേക്ക് പോകുന്ന പട്ന എക്സ്പ്രസിൽ നിന്നും ഈ TTA തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒഡീഷ സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളത്. ഇയാളുടെ പേര് രജനീകാന്ത് എന്നാണ്. ടിക്കറ്റ് ചോദിച്ചതുമായിട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ കലാശിച്ചത്. ട്രെയിനിൽ നിന്നും ഈ TTA ആയിട്ടുള്ള വിനോദിനെ തള്ളിയിടുകയായിരുന്നു. ഈ പ്രതി മദ്യപിച്ചിട്ടുണ്ടായിരുന്നതായും വിവരമുണ്ട്. ഇതിൽ തന്നെ ഇയാൾ ഭിന്നശേഷിക്കാരനും കൂടിയാണ്. എന്തായാലും ഈ ഒരു ട്രെയിനിൽ നിന്നും S11 കോച്ചിൽ നിന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ടിക്കറ്റ് എടുത്തതുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടാകുകയായിരുന്നു. TTE ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തർക്കം ഈ TTA ട്രെയിനിൽ നിന്നും തള്ളിയിടുന്നതിലേക്ക് മാറിയത്. തുടർന്ന് ഈ ഓവർ ബ്രിഡ്ജിന്, അതായത് വെളപ്പായ ഓവർ ബ്രിഡ്ജിന് സമീപമാണ് ഇത്തരത്തിൽ TTA തള്ളിയിട്ടത്. തുടർന്ന് റെയിൽവേ പോലീസും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. റെയിൽവേ പോലീസാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിൽ കേസെടുത്തിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ സ്ഥലത്തെത്തി ഇപ്പോൾ ഈ മറ്റ് നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. ഇതിനെ തുടർന്ന് ഈ പ്രതി ഈ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു. പാലക്കാട് നിന്നുമാണ് പ്രതിയെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇത്തരത്തിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇയാൾ ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ കൃത്യമായി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഒഡീഷ സ്വദേശി എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. എന്തായാലും ഈ ഒരു വിനോദാണ് ഇപ്പോൾ ഈ യാത്രക്കാരന്റെ, അതായത് ഈ അന്യസംസ്ഥാന തൊഴിലാളിയുടെ മർദ്ദനത്തിൽ ട്രെയിനിൽ നിന്നും വീണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. വിഷ്ണു, വ്യക്തമാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.